വലോ ലഹറ മിൻഹു തശവ്വുഫുൻ ലിന്നിസായി ഫകൽ ബാലിഗി ഖത്അൻ. വലോ ലഹറ വെളിവായാൽ മിൻഹു പ്രായപൂർത്തിയോട് അടുത്ത കുട്ടിയിൽ നിന്ന് തശവ്വുഫുൻ ആവേശം ലിന്നിസായി സ്ത്രീകളിലേക്ക് എങ്കിൽ ആ മുറാഹിഖായ കുട്ടി ഫകൽ ബാലിഗി ഖത്അൻ ബാലിഗിന്റെ അതേ വിധിയിലാണ്. ഖത്അൻ അസഹോ സാനിയും അവിടെ ഉണ്ടോ? അസഹും സാനിയും ഉള്ളത് സ്ത്രീകളിലേക്ക് ആവേശം ഇല്ലാത്ത മുറാഹിഖായ കുട്ടിയിലാണ്. സ്ത്രീകളിലേക്ക് ആവേശം പൂണ്ട ആൺകുട്ടിയോ ഫകൽ ബാലിഗി ഖത്അൻ വൽ മുറാഹിഖതു കൽ ബാലിഗതി. പ്രായപൂർത്തിയോട് അടുത്ത പെൺകുട്ടി ആരെ പോലെയാണ്? ബാലിഗത്തായ പെണ്ണിനെ പോലെയാണ്. ഒരു വ്യത്യാസം ഉണ്ടോ? അവിടെ പിന്നെ ഒന്നും നോക്കാനില്ല, ഖിലാഫും ഇല്ല. തശവ്വുഫുൻ ലിർരിജാലി നോക്കേണ്ടതുണ്ടോ? ഖീല വഫിൽ മുറാഹിഖിൽ മജ്നൂനി നദറുൻ പറയപ്പെട്ടിരിക്കുന്നു. വഫിൽ മുറാഹിഖിൽ മജ്നൂനി നദറുൻ മജ്നൂനായ മുറാഹിഖ് ഓ ബാലിഗിനെ പോലെയാണോ അല്ല ഒറിജിനൽ സബീനെ പോലെയാണോ? എന്താക്കേണ്ടത്? പിടികിട്ടുന്നില്ല. നദറുണ്ട്, തീരുമാനമായിട്ടില്ല. ഖീല പറയപ്പെട്ടിരിക്കുന്നു വഫിൽ മുറാഹിഖിൽ മജ്നൂനി വഫിൽ മുറാഹിഖി പ്രായപൂർത്തിയോടടുത്ത അൽ മജ്നൂനി ഭ്രാന്തനായ കുട്ടിയിൽ ആലോചന ഉണ്ട്. അവൻ ആരെ പോലെയാണ് എന്ന് തീരുമാനം കിട്ടുന്നില്ല എന്ന് പറയപ്പെട്ടിരിക്കും. തീരുമാനം ഉണ്ടാക്കുക. എന്നാൽ പണ്ഡിതന്മാർ ഇല്ലത്ത് പറഞ്ഞതിന്റെ തേട്ടം എന്തിനിക്ക് മുറാഹിഖിനെ ഖിയാസാക്കുന്നതിന് ആരോട്? ബാലിഗിനോട് ഖിയാസാക്കുന്നതിന് അവർ ഇല്ലത്ത് പറഞ്ഞതിന്റെ തേട്ടം. ഒരു ഇല്ലത്ത് പറഞ്ഞു അവൻ പ്രത്യക്ഷപ്പെടുന്നു സ്ത്രീകളുടെ ഒളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളിലേക്ക്. അവൻ ശ്രദ്ധിക്കുന്നു. അവന് എടുത്തുദ്ധരിക്കാനും കഴിയുന്നു ലഹ ആ ഔറാത്തുകളെ പറ്റി. ആ ഔറാത്തുകളുടെ വിശേഷണം അവന് എന്താക്കാൻ സാധിക്കും? അവതരിപ്പിക്കാനും സാധിക്കും. എന്ന ഇല്ലത്തിൽ നിന്ന് കിട്ടുന്നത് അന്നഹു ലൈസ മിസ്ലഹു ഈ കഴിവ് ആർക്കില്ല? മജ്നൂനായ മുറാഹിഖിന് ഇല്ല. അതുകൊണ്ട് അവൻ ആരെ പോലെ അല്ല, മുറാഹിഖിനെ സാധാരണ ബാലിഗിനെ പോലെ അല്ല. ആ ഉലാം ചെറിയ കുട്ടീന്റെ ഹുക്കുമേ വരുള്ളൂ അല്ലേ? മുസന്നിഫിന്റെ കലാം അന്നൽ മുറാഹിഖ കൽ ബാലിഗി അല്ലേ എന്നല്ലേ പറഞ്ഞത്. അതിന് ഇല്ലത്ത് പറഞ്ഞത് എന്താണ്? പെണ്ണുങ്ങൾ ഔറത്ത് നോക്കാനും അതിനെ ഹിക്കാത്ത് ചെയ്യാനും ആവതുണ്ട് എന്നതിൽ നിന്ന് കിട്ടുന്നത് അന്നഹു ലൈസ മിസ്ലഹു. അന്നഹു ലൈസ മിസ്ലഹു മുറാഹിഖായ മജ്നൂൻ ആരെ പോലെ അല്ല, ബാലിഗിനെ പോലെ അല്ലേ അല്ല. നോക്കുമ്പോഴേക്ക് സുമ്മറൈതു സർക്കശിയ ബഹസദാലിക ഇതേ തീരുമാനം സർക്കശി കൊണ്ടുവന്നു. മുറാഹിഖായ മജ്നൂൻ ആരെ പോലെ അല്ല, അവനൊരു സാധാരണ ഒരു ആൺകുട്ടി മാത്രം. ഒരിക്കലും അവന്റെ മേലെ ബാലിഗിന്റെ ആക്ഷൻ വരൂല എന്ന് സമർത്ഥിച്ചു. മിൻ കലാമിൽ ഇമാമി ഇമാമുൽ ഹറമൈനിയുടെ കലാമിൽ നിന്ന് പിടിച്ചുകൊണ്ട്
ഇമാമുൽ അർമേനിയുടെ ഏത് കലാമിൽ നിന്നാ പിടിച്ചത്? ഏതാ ഇമാമുൽ അർമേനിന്റെ കലാം? അത് ഒരു കൗല് പറയുന്നു 193 കൗല്, 193 കൗലുണ്ട്. ആ കൗലിൽ നിന്ന് അങ്ങനെ പിടിക്കാൻ കിട്ടുന്നുണ്ടാന്ന് നോക്കിയാട്ടെ. മുറാഹിഖ് മജ്നൂനായാൽ അവൻ ബാലിഗിനെ പോലെ അല്ല. തല മറിച്ചിട്ട് തല മൂടിയിട്ട് ഇത്തിഫാഖിൽ മുസ്ലിമീന അലാ മൻഇൻ നിസാഇ അൻ യഖ്റുജന സാഫിറാത്തിൽ വുജൂഹ് വലു ഹല്ലൻ നദറു ലകുന്ന കൽ മുർദി വബിഅന്ന النظر مظنة للفتنة ومحرك للشهوة. അതിൽ നിന്ന് കിട്ടോ മുറാഹിഖായ മജ്നൂൻ ബാലിഗിനെ പോലെ ആവുന്നില്ല, അവന് സ്ത്രീകളുടെ പാർട്ട് ശ്രദ്ധിക്കാൻ ആവതില്ല. സാധാരണ മരവിച്ച ചെറിയ കുഞ്ഞിനെ പോലെ മാത്രമേ അവൻ ആവുകയുള്ളൂ. ഇമാമുൽ അർമേനിന്റെ ഈ പ്രസ്താവനയിൽ നിന്ന് കിട്ടോ? അല്ല വേറെ ഏതോ കലാമായി പോയോ? അഹ്ദൻ മിൻ കലാമിൽ ഇമാമീന്ന്, ഇമാമിന്റെ സമർത്ഥനത്തിൽ നിന്നാണ് പിടിച്ചത്. വേറെ സമർത്ഥനം ഇല്ല. വേറെ ഇനി വേറെ ഏതെങ്കിലും ആയിപ്പോയാണോ ഷാരിഹ് ഉദ്ദേശിച്ചത്? ഇതിൽ നിന്ന് കിട്ടുന്ന ഇമാമിന്റെ തൗജീഹ് കണ്ട? മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടാണ് സ്ത്രീകളെ തടയണം, മുഖം തുറന്നിട്ടിട്ട് പുറപ്പെടലിനെ തൊട്ട്. വലു ഹല്ലൻ നദറു ലകുന്ന കൽ മുർദി, നോട്ടം ഫിത്നയുടെ മലിനത്താണ്, ശഹ്വത്തിനെ ഇളക്കി വിടുന്നതാണ്. അതിൽ കിട്ടൂലേ? മുറാഹിഖായ മജ്നൂന് ആരെ പോലെ ആകുന്നില്ല, മദീനത്തുൽ ഫിത്ന വ മുഹല്ലി ലിശഹ്വ ആകുന്നുണ്ടാ? സമർത്ഥിച്ചു. 193 പറഞ്ഞ ആ തൗജീഹ് കൊണ്ടാണ് സർക്കശി മുന്നേറിയത്. മുറാഹിഖായ ബാലികാരെ പോലെയാണ്, മുറാഹിഖായ മജ്നൂന് ബാലിഗിനെ പോലെയാണ് അല്ലാന്ന് കിട്ടിയത്. എന്നാൽ ഈ വമായത്തിയെ പറ്റി ഖിലാഫുണ്ട്. ഇതെന്തിന്റെ മേലെ അത്ഫാണ്? ഒരു കൂട്ടർ പറയുന്ന അഖ്ദൻ മിൻ കലാമിൽ ഇമാമി, ഇമാമുൽ അർമേനിയുടെ കലാമിൽ നിന്ന് പിടിച്ചുകൊണ്ടും വമായത്തി ശേഷം പിടിച്ചുകൊണ്ടും. അങ്ങനെയല്ല, അത് അർത്ഥം ഉഷാർ കിട്ടുന്നില്ല. അന്നേരം ഉണ്ടല്ല, അതിന്റെ മേലെ അത്ത് കൊടുക്കും. ഏതിന്റെ മേലെ എടുക്കണ്ട? അങ്ങനെയും പറഞ്ഞവരുണ്ട്. ഒമായത്തി എന്നത് കലാമിൽ ഇമാമിന്റെ മേലെ അത്ത് അതിനേക്കാണ് പ്രൗഢമായി കിട്ടല്. ഒമായത്തി എന്നത് എവിടെ അത്തുപ്പെടുത്താല? തൈലീലിഹിമിന്റെ മേലെ അത്തുപ്പെടുത്ത വരാനിരിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന കാര്യം. ഖളിയത്തുമായ 9, 189, 9-ാം ജുസിയിൽ 189, 190 അതിൽ നിന്ന് നിങ്ങൾ തീരുമാനം എടുക്കും. 189, 190 അവൻ ഏതെങ്കിലും പെണ്ണ് ഉറങ്ങുന്നിടത്ത് ജനലും വലെ കൂടെ എത്തി നോക്കിയാൽ കാലിലെടുത്തിട്ട് എറിയണം. കണ്ണ് പൊട്ടിക്കും. എന്താ സംഭവിച്ചതെന്നൊന്നും നിങ്ങൾ ചോദിക്കണ്ട. ആ കിതാബു സിയാൽ 189 ലാറ്റും 190 ഉണ്ട്. അതിൽ നിന്ന് എന്താ കിട്ടുന്നത് നോക്കി. കല്ലെടുത്തെറിയുന്ന ബാബിൽ നിന്ന് കല്ലെടുത്തെറിയുന്ന ബാബു വായിക്കേ. അവന്റെ സൗജാത്തിലേക്കോ അടിമ സ്ത്രീയിലേക്കോ മഹാരിമായ സ്ത്രീകളിലേക്കോ നോക്കി ഔറത്ത് വെളിവായ നേരത്തോ അല്ലാതെയോ
എത്തി നോക്കി അവൻ വിശ്രമിക്കുന്നത് എവിടെയാണ്? അവന്റെ വീട്ടിൽ. അവനും സ്ത്രീയും അവിടെയാണ് വിശ്രമിക്കേണ്ടത്. ഔറത്ത് വെളിവാക്കപ്പെട്ടതായ സ്ഥിതിയിൽ, അല്ലെങ്കിൽ അല്ലാതെ ഒരുത്തൻ കേത്തിട്ട് നോക്കിയെന്ന്, ഓപ്പണായ ഡോറിൽ നിന്നല്ല, എത്തി നോക്കിയതാണ് ഏണി വെച്ചിട്ട്. വമൻ നുളിറ ഇലാ വാഹിദത്തിൻ മിൻ ഹുറമിഹി സൗജാത്ത് ഇമാൽ മഹാരിം. ഇമാൽ അമ്രതായ മക്കള് എങ്ങനെയായാലും ഫീദാരിഹിൽ ജായിസിലെ ഉല്ലിന്തിഫാവുക, അവൻ ഇന്തിഫാ എടുത്തുകൊണ്ടിരിക്കുന്ന റൂമിൻ്റെ ഉള്ളിലേക്ക്, വാടകക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ഓശാരം കൊടുത്തതോ പള്ളി വക കൊടുത്തതോ ഏതെങ്കിലും എത്തി നോക്കിയത് മീൻ കമ്പത്തിൻ ഔസഖബിൻ, ചെറിയ ഓട്ടയിൽ കൂടി അല്ലെങ്കിൽ വെന്റിലേഷനിൽ കൂടി. അവിടെ എന്താ പറഞ്ഞത്? എറിഞ്ഞ് പായിക്കണം. അതാ ആ നോക്കിയവൻ മുറാഹിഖ് തന്നെ ആയാലും ശരി, എറിയാം. എറിഞ്ഞിട്ട് കണ്ണ് പൊട്ടിപ്പോയാൽ ഉത്തരവാദിയല്ല. അവിടെ നിന്ന് ഇതാ നളറ മിൻ കവ്വത്തിൻ വമാ യഅതി ഫീ റംയിഹി, എന്താണ് വമാ യഅതി ഫീ റംയിഹി ഇദാ നളറ മിൻ കവ്വത്തിൻ. ഇവിടെ നളറാണ് നോക്കപ്പെട്ടത്, കാണാൻ പാടില്ലാത്ത പെണ്ണിലേക്കാണ് നോക്കപ്പെട്ടത്. ഓനെത്തി നോക്കിയാൽ മുറാഹിഖ് എന്താ വിധി പറഞ്ഞത്? എറിയണം. എറിഞ്ഞിട്ട് എന്തെങ്കിലും പറ്റിപ്പോയ ഉത്തരവാദിയാവോ? അതിന്റെ തേട്ടം. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒന്നത്. പിന്നെ വെറുതെ നോക്കണേ. പിന്നെ വേറെ ഇതിൽ നിന്ന് യൽമനു അല്ല, ലാ യൽമനു ആന്ന് പോലും. ലാ യൽമനു യുൽമനു, യൽമനു അല്ല, മജ്ഹൂലാണ്. അവിടെ നഫി വുജൂബാണ് എന്നാണ്. ആ സ്ഥലമുണ്ട്. യുൽമനു എന്ന് തബയിൽ കാണുന്നുണ്ട് പോലും, അതെങ്ങനെ കിട്ടിയെന്ന് അറിയില്ല. ലാ യുൽമനു എന്നാണ്. അവന് വേണ്ടി ലമാനാക്കപ്പെടുകയില്ല. ഇതാ സ്വീഹ അലൈഹി, അവന്റെ മേലെ ശബ്ദിക്കപ്പെട്ടാൽ. ഒരാള് ഒരു കുണ്ടിന്റെ വക്കത്തോ ഒരു ഏണിപ്പുറത്തോ ഉണ്ട് പോലും, അവന്റെ മേലെ അതിശക്തമായ രൂപത്തിൽ ആരെങ്കിലും ഒച്ച ഇട്ട് പോലും, ഒച്ച ഇട്ട് പ്രളയത്തിലോ കുണ്ടിലേക്ക് വീണു. ബാലിഗോ തയക്കുമുള്ള മുറാഹിഖോ ആണെങ്കിൽ നമ്മൾ ഉത്തരം പറയേണ്ട പോലും. ഓനോട് ആര് കൈയിളക്കാൻ പറഞ്ഞത്? ഓനിക്ക് വേണ്ടി ഞമ്മ എന്താകണ്ട, ഓശാന പാടണ്ട. ഞമ്മ ഒന്നും തൊട്ടിട്ടില്ല. ഓന് ഏണിന്റെ വക്കത്താ ഉള്ളത് പോലും, അല്ലെങ്കിൽ കണ്ടിന്റെ വക്കത്ത്. അതിശക്തമായ ശബ്ദം അവന്റെ നേരെ നമ്മ അട്ടഹസിച്ച് ഉണ്ടാക്കി. ഓന് ബേജാറായിട്ട് എന്തായി? എന്നാല് പ്രശ്നമില്ല. അവിടെ നിന്ന് കിട്ടുന്ന എന്താ? അന്നഹു ലാ ബുദ്ദ ഫീഹി ഹുനാ മിൻ കൗനിഹി മുതയഖിലൻ. ഇത് രണ്ടിൽ നിന്നും എന്താ കിട്ടിപ്പോയത്? മുതയഖിലാവണം. അത് 9-ാം പേജ് 3-ലും 4-ലും നോക്ക്. ഇതേ പ്രശ്നം 9-ാം ജുസ് 3-4 അവിടെ നിന്നാണ് ഇത് പിടിച്ചെടുക്കല്. അതെ. എന്നിട്ട് അതിന്റെ അപ്പുറം ഉണ്ട്. അതെങ്ങനത്തെ മുറാഹിഖാണ്? കണ്ട, ബാലിഗിനെ പോലെ ഉത്തരവാദി ആകണ്ടെന്ന് പറഞ്ഞത് ഏത് മുറാഹിഖിനെ പറ്റിയാണ്? മുതയഖിൽ. അപ്പൊ ഇവിടെ 2 തയഖുൽ വേണ്ടേ? തയഖുൽ ഉണ്ടോ? ഭ്രാന്തന് തയഖുൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ മതിയാവും. അപ്പൊ എങ്ങനെയായാലും തനിച്ച ഭ്രാന്തം പോരാൻ കിട്ടിയില്ലേ? അന്നഹു ലാ ബുദ്ദ ഫീഹി ഹുനാ, എന്താണ് കൂടാതെ കഴിയൂല, മുതയഖിലായിരിക്കണം. എന്നാൽ ആരെ പോലെ ചേർക്കൂ? ലാ ബുദ്ദ ഫീഹി മജ്നൂനായ മുറാഹിഖിൽ ഹുനാ, അവൻ ബാലിഗിനെ പോലെ വിധിയിൽ വരണ്ടിക്കിൽ അവൻ ആരായിരിക്കണം? ഏകദേശം ഉണർവുള്ള മജ്നൂനാകണം. ഉണർവുള്ള മജ്നൂൻ, മരവിച്ച മജ്നൂനാണെങ്കിൽ പോരാന്ന് കിട്ടുന്നില്ലേ ഈ 2 തെളിവിൽ നിന്ന്? മുടുക്കുള്ള കുട്ടി എന്നതുകൊണ്ട് പോയി വളരെ ചെറിയ കുട്ടി.
10 വയസ്സിന് താഴെ മുറാഹിഖ് കൊണ്ട് പുറപ്പെട്ടു. ആര്? ഗൈർ. അപ്പോൾ എൻ്റെ വിധി എന്താ? സുമ്മ അവിടെ നോക്കാനുള്ളത് ഇൻകാന ബിഹൈസു യഹ്കി മാ യറാഹു അലാ വജീഹി ഫകൽ മഹറമി. അവൻ എന്ത് കണ്ടാലും അത് മനസ്സിൽ വെക്കാൻ അവതരിപ്പിക്കാനും കഴിയും. അലാ വജീഹി മുഖത്ത് എന്നല്ല, ഉള്ളതുപോലെ അവതരിപ്പിക്കാനും മാപ്പ് ഉണ്ടാക്കാനും കഴിയും. അതിന് മാത്രം വളർച്ചയുണ്ട്. കുറച്ച് തമ്മീസ് 10നോട് അടുത്തിട്ടുണ്ട്. നന്നേ പുഷുവല്ല. എന്നാൽ മെഹറമിൻ്റെ വിധിയാണ്. ഒരു മെഹറമ് നമ്മളെ മുമ്പിൽ നിന്നാൽ എത്ര കാണാൻ പറ്റുമോ അത്ര മെഹറമിൻ്റെ അതേ വിധി പറഞ്ഞാൽ മുട്ടും പൊക്കിളും ഇടയിലുള്ളതും കഴിച്ച് ബാക്കി കാണാം. അവന്റെ മുമ്പിൽ ഒളിവാക്കുകയും ചെയ്യാം. മുറാഹിക്കല്ല, മുറാഹിക്കല്ല, ഹിക്കായത്തിന് പറ്റുന്ന ആളാണ്. എന്നാ മെഹറമിനെ പോലെ ഹിക്കായത്തിന് പറ്റുന്നില്ലെങ്കിൽ ഒന്നുമില്ല. പ്രസവിച്ച കുഞ്ഞി എന്നാലോ ഒന്നുമില്ല, ഒന്നും പറയണോ? ഇല്ല. ഇപ്പൊ കല്ലാത്ത ويحل نظر رجل إلى رجل ويحل نظر رجل إلى رجل ആണിനെ നോക്കാം മഅ അംനിൽ ഫിത്ന ബിലാ ശഹ്വ. അടി 2 ഖൈദ്. ഫിത്നാനെ തൊട്ട് അമ്ന വേണം. വബിലാ ശഹ്വ എന്നുണ്ടാ? ബിലാ ശഹ്വത്തിൽ തന്നെയല്ലേ ഉള്ളൂ. ശഹ്വത്തില്ലാത്ത രൂപത്തിൽ നോക്കാം. ഇത്തിഫാഖൻ. അതിൽ ഖിലാഫുണ്ടോ? ഇല്ലാ മാ ബൈന സുറത്തിൻ വറുകുബത്തിൻ. ഏതും കഴിച്ച് ബാക്കി ഇടയിലുള്ളതും കഴിച്ച് ബാക്കി നോക്കാം. പുരുഷന്റെ ദേഹത്തിൽ ഒരു പുരുഷന് പിന്നെ ഒരു പുരുഷനിൽ നിന്ന് നോക്കാം. വനഫ്സഹുമാ കമാ മർറാൻ. വനഫ്സഹുമാ മുട്ടും പൊക്കിളും അല്ലാത്തത്, ഇടയിലുള്ളത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. മുട്ടും പൊക്കിളും കൂടിയുണ്ട്. എന്താ? മുട്ടും പൊക്കിളും ഒഴികെയുള്ളത് നോക്കൽ ഹലാലാണ്. എങ്ങനെ പറഞ്ഞാ പോരാ? ഇടയിലുള്ളത് മാത്രം പറഞ്ഞാ പോരാ. നമ്മൾ കുറച്ച് കൂട്ടിയിട്ട് വർക്കത്താക്കിയിട്ടില്ലേ? കമാ മറ 194. ആ ചർച്ച കഴിഞ്ഞല്ലോ. അതിൽ ഖിലാഫും പറഞ്ഞല്ലോ. എന്തേ? മാബൈന സുറത്തി വറുകുബത്തി മറ്റുള്ള ആള് പറഞ്ഞിട്ടുള്ളൂ. ചില ആളെന്ത് കൂട്ടി? നഫ്സും കൂട്ടി. അങ്ങനെ ഒരു ഇബ്നു ഹജർ മുർക്കം കൂട്ടിയല്ലോ 194. മുട്ടും പൊക്കിളും അവയ്ക്കിടയിലുള്ളതും നോക്കൽ മുത്തലഖൻ ഹറാം. അമ്നിൽ ഫിത്ന ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ശഹ്വത്തുണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി. വലൗ മിൻ മഹ്റമിൻ. അത് ബന്ധുവായ പുരുഷനായാലും ശരി നോക്കപ്പെടുന്നത്. ഇങ്ങനെ മെഹ്റം ഏട്ടനാണ്, അല്ലെങ്കിൽ ഉപ്പയാണ്, മകനാണ്, അത് നോക്കോ? ഇന്റർനാഷണൽ ഔറത്താണ് അത്. മുട്ടും പൊക്കിളും അവയ്ക്കിടയിലുള്ളത്. അവിടെ യാതൊരു കാരണത്താൽ എന്ത് വരൂല? അഫുവില്ല അല്ലേ? കാലല്ലതറയ്യോ മസാല. ഇതേ നിയമം എവിടെ വരും? ഒരു മുറാഹിഖിനെ നോക്കുന്നിടത്തും വരും ഇതേ നിയമം. പുരുഷനെ നോക്കാൻ പറ്റുന്നില്ല ഇത്തിഫാക്ക്. അതിന്റെ കതിറും ഈ കതിറിന്റെ അടുത്ത് കുഴപ്പമില്ലേ? അതേ പിന്നെ അമ്പലം അതേപോലെ ഇല്ലല്ല, അങ്ങനത്തെ ഇല്ല. മാബൈന സുറത്തി വറുക്കുബത്തി എന്നാ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ സുറത്തും റുക്കുബത്തും നോക്കാമെന്നല്ലേ വെത്ത്. അത് ന്യായ മുതനി ബാധിച്ച് മുന്നേറുന്നുണ്ട്. ഇബ്നു ഹജർ കടുപ്പം കൂട്ടി അതും കൂടെ ഉൾപ്പെടുത്തി. ഇതിപ്പോ ബാലികം നോക്കലാ പറഞ്ഞത്. കാലല്ലതറയ്യോ അല്ലാഹിറു അന്നൽ മുറാഹിഖ കൽ ബാലിഗി നാദിറൻ ഔ മൻദൂറൻ.
നാദിറാവട്ടെ മൻദൂറാവട്ടെ. നാദിർ മൻദൂറിൽ മുറാഹിഖിന്റെ വിധി ബാലിഗിന്റെ വിധിയാണ്. മുറാഹിഖിനെ നോക്കാനും പറ്റൂല, മുറാഹിഖിന്റെ ദേഹത്തിൽ നിന്ന് നോക്കാനും പറ്റൂല. നാദിറാകുന്ന രൂപത്തിലും മൻദൂറാകുന്ന രൂപത്തിലും. ആര് നാദിറാകുന്നു? മുറാഹിക്ക് നാദിറാവട്ടെ മൻദൂറാവട്ടെ. ആ പാടില്ല, വലിയ ആളെ വിധി. കുറ്റം എന്ന് പറഞ്ഞാല് വരിയിലേക്ക് വരില്ലേ? മുറാഹിക്കിന്റെ ആ കുറ്റം തടഞ്ഞു വെക്കേണ്ടത് വലിയാണ്. ഇങ്ങനത്തെ ആളെ കണ്ടാ മറ്റോനി എന്താക്കണം, മറച്ചു നിൽക്കണോ? ഇനി മറക്ക് പിന്നില് ഔറത്തിന്റെ ഭാഗങ്ങൾ സ്പർശിക്കുന്നതിന്റെ വിധി. പക്ഷെ എന്ത് വേണം? അത് പെണ്ണ് പെണ്ണിന്റെതും അങ്ങനെ തന്നെ, ആണ് ആണിന്റെതും അങ്ങനെ തന്നെ. ആ എന്തേ ഔറത്തിന്റെ ഭാഗം ഉണ്ടല്ലോ, അത് മറക്ക് പിന്നിലാണെങ്കിൽ സ്പർശിക്കല്, ദൽക്ക് വച്ച് തേക്കല്, ഫഖ്ദി റജുലി ഫർജല്ല പറഞ്ഞത്, ബിശർത്തി ഹായിലി വഅംനി ഫിത്ന. എന്താണ് ഫിത്ന ഇല്ലെങ്കിൽ ശൈവത്തൊന്നില്ലെങ്കിൽ വഉഖിദ മിൻഹു, ഇതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്നുണ്ട്. ഇല്ല മുസാഫഹത്തിൽ അജ്നബിയ്യത്തി, അജ്നബിയായ പെണ്ണിന് കൈ കൊടുക്കാം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ, മറയും അമ്നുൽ ഫിത്നയും ഉണ്ടെങ്കിൽ എന്താക്കാം? പെണ്ണിന് മറയോടുകൂടെ കൈ കൊടുക്കാം. മുസാഫഹത്താക്കുമ്പോ കൈക്ക് തുണി ചുറ്റിയിട്ട് എന്താക്കാം? കൊടുക്കാം. മറയുമുണ്ട്, അമ്നുൽ ഫിത്നയും ഉണ്ട് അല്ലേ? അറിയിച്ചു തഖ്സീസുഹു, ആഖിദിന്റെ തഖ്സീസ്. എന്തിന്? അൽഹില്ല, അനുവാദത്തിന്. പിടിക്കുന്നവർക്ക് തഖ്സീസ് നൽകിയില്ലേ? ഹായിലുമുണ്ട് അമ്നുൽ ഫിത്നയും ഉണ്ടെങ്കിൽ ബിൽ മുസാഫഹത്തീൻ, മുസാഫഹത്ത് കൊണ്ട് തഖ്സീസാക്കിയില്ലേ? എന്നാൽ തന്നെ മുസാഫഹത്തെ പറ്റുള്ളൂ എന്നല്ലേ? അതിൽ നിന്ന് എന്ത് കിട്ടും? ഹുർമത മസ്സി ഗൈരി വജീഹ വകഫൈഹ മിൻ വറായി ഹായിലിൻ വലോ മാ അമ്നുൽ ഫിത്ന വഅദ ബിശഹവ എന്ന് കിട്ടുന്നു. ദേ അഫ്ഹമന്റെ അഫ്വല് എന്താ കിട്ടുന്നു? മുസാഫഹത്തെ പറ്റും. മുഖവും ഉഖിദ മിൻഹു എന്ന് പറഞ്ഞതിൽ നിന്ന് വഅഫഹമ ആഖിദ് അറിയിച്ചു തഖ്സീസുഹു, വഅഫഹമ അറിയിച്ചു തഖ്സീസുഹു, ആഖിദിന്റെ തഖ്സീസ്. അൽഹില്ല മഅഹുമ ബിൽ മുസാഫഹത്തി, മുസാഫഹത്ത് കൊണ്ട് തഖ്സീസാക്കൽ അറിയിച്ചു. ഹുർമത മസ്സി ഗൈരി വജീഹ വകഫൈഹ, അന്യ പെണ്ണിന്റെ മുഖവും മുഖയും അല്ലാത്തത് സ്പർശിക്കൽ ഹറാമാണ്. മറുണ്ടായാലും ബസ്സിൽ വണ്ടിയിലും ചേർന്നിരിക്കാൻ പറ്റോ? മുട്ടാൻ പറ്റോ? മറുണ്ടായാലും പറ്റൂല. മറുണ്ടായാൽ പറ്റുന്നത് ഏതേ ഉള്ളൂ? വജുവും കഫൈനിയും. അതിന് വജു നേരത്തെ വന്നിട്ടുമില്ല, ഈ വാർത്തയിൽ കഫൈനിയെ വന്നിട്ടുള്ളൂ. ഹായിലും അമ്നുൽ ഫിത്നയും ഉണ്ട് എന്നെങ്കിൽ തന്നെ പറ്റൂല. ഏത് ഭാഗത്ത്? ബാക്കിയുള്ള ഭാഗത്ത് വജ്ഹ് ഖിയാസാണ് കഫൈനിയോട്. വജ്ഹും കഫൈനിയും ജായിസാക്ക്. മറിയുണ്ടായാൽ തന്നെ വജ്ഹും കഫൈനിയും അല്ലാത്തത് പറ്റൂല എന്ന് വിളിച്ചറിയിച്ചില്ലേ? വലൈഹി ഫയുവജ്ജഹു, എന്താ പറ്റാത്തത്? ശരീരത്തോട് ചേർന്നിട്ടില്ലല്ലോ, ഒതുമുറിയേണ്ട രൂപത്തിലായിട്ടില്ലല്ലോ, പിന്നെന്താ പറ്റാത്തത്? മറ ഉണ്ടായിട്ട് പോലും പറ്റാത്തത് എന്തേ? ശൈവത്തില്ലെങ്കിൽ പോലും പറ്റാത്തത് എന്തേ? ആ സ്പർശനം എന്തിനെ വരുത്തി തീർക്കും? തീർച്ചയായും ക്രമേണ വരുത്തി തീർക്കും പോലും. ഫിത്നയെയും അല്ല ശൈവത്തിനെയും വരുത്തി തീർക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇല്ലെങ്കിലും കാലക്രമേണ എന്താകും പോലും വയ്യ ഇരിഞ്ഞ് വരുമ്പോൾ കന്നവരി. നോട്ടത്തിന് അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെ മസല്. നോട്ടത്തിന് അങ്ങനെ തന്നെയല്ലേ മസല? അമ്നുണ്ട് ഫിത്നയിൽ നിന്ന് കാലിയാണ്,
ശഹ്വത്തില്ല എന്നറിഞ്ഞാലും നോക്കലും തന്നെ. ഹറാമല്ല. അതുപോലെ നോട്ടത്തിന്റെ മാതിരി ഇത് ശഹ്വത്തിലേക്കും ഫിത്തിനയിലേക്കും പിന്നീട് കൂട്ടാൻ സാധ്യതയുണ്ട്. ഇത് ഇങ്ങനെ ന്യായീകരിക്കുമ്പോൾ ഇതേ നിയമത്തിൽ ആരെയും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അമൃതിനെ മറക്ക് പിന്നിൽ തൊടാൻ പറ്റോ? തൊടുന്നുണ്ടെങ്കിൽ മുൻകൈയല്ലേ തുണി മറിച്ചിട്ട് തൊടല്. മുൻകൈയോട് ജിയാസാക്കിയിട്ട് മുഖവും അല്ലേ വൈവോ അതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇത്തിലാക്കും പണ്ഡിതന്മാരുടെ ഇത്തിലാക്ക് അമൃതിനെ ആലിംഗനം ചെയ്യൽ ഹറാമാണ്. അത് മറക്ക് പിന്നിലല്ലേ എല്ലാ ഭാഗത്തെയും ഉൾപ്പെടുത്തിയിട്ട് കിട്ടുന്നുണ്ട്. എന്താണ് അത് എന്തായാലും മറന്നു വെക്കില്ലല്ലേ? എന്നിട്ട് ഹറാമാണ് ഇത്തിലാക്കി പറഞ്ഞു. പിന്നെ മറ ഉണ്ടായാലും പറ്റൂല. പെണ്ണിന്റെ അതേ വിധിയാണെന്ന് തന്നെ കിട്ടിയല്ലോ നിങ്ങൾക്ക്. അമൃതിന്റെ മാനക്കത്ത് നസാക്കി പറഞ്ഞതല്ലേ. അവിടെ മറ്റു പണ്ഡിതന്മാർക്കുള്ള എതിർപ്പൊന്ന് നോക്ക്. ഇവന് കാസിം നോക്ക്. മസലക്ക് എതിർപ്പുണ്ട്. അത്യാവശ്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നൊരു കൈത് കൊടുക്കണം പോലും. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. നേരത്തെ മസല കൈ കൊടുക്കാന്ന് പറഞ്ഞ അതെ. ഇല്ല മുസാഫാത്തിലെ ജിനബിയത്ത് എന്ന് പറഞ്ഞില്ലേ? അവിടെ എന്ത് വേണം പോലും അത്യാവശ്യമാണോ? അങ്ങനെ അത്യാവശ്യം വരികയാണെങ്കിൽ അത് പിന്നെ കൈക്ക് പ്രത്യേകത ഒന്നുമില്ല. ശരീരം എവിടെയും കണക്കന്നെ. അങ്ങനെയാ നിയമം കൊണ്ടിരുന്നെങ്കിൽ അതെ. ഈ അജ്ജിനെല്ലാം പോയാലും എവിടെല്ലോ എത്തിപ്പോകുമ്പോ പിടിച്ചു വലിക്കലെല്ലാം കൈക്ക് തുണിയിട്ടിട്ടല്ലേ എടുത്തു പൊന്തിക്കല് വീണാളെ കേട്ടാ. അത് വേറെ മസലയാണ്. മുസാഫത്തിന്റെ പ്രത്യേക ആനുകൂല്യം വെച്ചിട്ടാ നമ്മള് സംസാരിച്ചത്. മുസാഫത്തിലെ ജനബിയത്തി എന്ന് പറഞ്ഞില്ലേ? അതിൽ നിന്ന് ഹാജത്ത് കൊണ്ട് കൈതാക്കിയിട്ടല്ല സംസാരിച്ചത്. ഹാജത്ത് കൊണ്ട് കൈതാക്കണം എന്നാ ഇപ്പൊ പറയുന്നു. അങ്ങനെ പിന്നെ മുസാഫത്തിന്റെ അനുവാദം ഇല്ല. എല്ലാം ഒരേപോലെയായി. ഇനി മിമ്പറായി ആയില്ല. അതെ ഇവന് കാസിം ഷെർവാനി ഒന്നെടുക്ക്. മിമ്പറായി ഹായിലിൻ മിമ്പറായി ഹായിലിന്നില്ലേന്ന് 21-ാം വരിയില് എന്നല്ല അതെന്താ പറഞ്ഞത്? അങ്ങനെ ആക്കലും വഴിയില്ല. ഈ പറഞ്ഞത് മിമ്പറായി ഹായിലായാലും ഹറാമെന്ന് പറഞ്ഞില്ലേ? ആ ഹായില് നേരിയതായത് കൊണ്ട് നേരിയതായത് കൊണ്ടാണ്. ഖലീൽ അല്ലെങ്കിൽ എന്നർത്ഥം വെക്കണം എന്നാ പറയും. അപ്പൊ എന്ത് കിട്ടും? ഖലീലാവുമ്പോ പിന്നെ എന്ത് വരില്ല? പ്രശ്നമില്ല. അങ്ങനെയും കിട്ടും. അങ്ങനെ പറഞ്ഞവരുണ്ട്. പക്ഷെ ഇവനെ അതല്ല ഇത്തം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ല. അങ്ങനെയൊന്നും കിട്ടുന്നില്ല. ഇല്ല. അല്ലാഹു അന്ന ദിക്റൽ മുസാഫാത്ത് മിസാലാണ്. എന്താ മുസാഫാത്ത് മാത്രം ഇവിടെ പറഞ്ഞത്? അതിൽ എന്നൽ ഇബ്തിലാബിഹി ഗാലിബുൻ വഹീനൈദി ഫലാ തഅതാ ഖൗലു സാലി വഅഫമ തഖ്സീസുഹു എന്ന് പറഞ്ഞ നിയമം വരൂല. പിന്നെ എല്ലായിടത്തും ഒരേ നിയമം അല്ലേ? അല്ല ഹാജത്ത് വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലായിടത്തും കണക്കല്ലേ അല്ലേ? പിന്നെന്താ പിന്നെ മുസാഫാത്ത് പറഞ്ഞത്? ഏറ്റവും പ്രായോഗികമായ അവസരമാണ് ഏത്? ബാക്കിയുള്ളിടത്ത് അത്ര ആവശ്യം വരൂല. അങ്ങനെയാണെന്ന് അഫമ തഖ്സീസുഹു പറഞ്ഞു. കൈതും തഖ്സീസും വേണ്ട. ഇനി ഗൈറ വജീഹായിക്ക് ഗൈറ വജീഹാ വകഫയ്യാ ഇങ്ങനെ വജീഹ ആര് പറഞ്ഞു? വല്ലദി അഫഹമഹു തഖ്സീസു ഹിർമത മസ്ൽ വജഹിയ വജീഹല്ലേ? വജീഹ ഹറാമാന്നല്ലേ? അത് കഫല്ലേ അനുവാദം കൊടുത്തിട്ടുള്ളൂ. വയത്തി 201 അതെ ഫത്തുൽ മുഈൻ തൊട്ട് 201 വയത്തി എന്ന് പറഞ്ഞാൽ ചെർവാനി 201 മായി വാഫിഖുഹു മറ ഉണ്ടെങ്കിലും 2 കൈക്കേ അനുവാദമുള്ളൂ. ഇടയില്ല മുഖത്തില്ല.
മുഖത്തിന്റെ വിധി എന്ത് നിങ്ങളുടെ കുത്തി പറയേണ്ട ആവശ്യം? മുഖാര് പറഞ്ഞു. പക്ഷെ അവിടെ മറ്റുള്ള ശാരീരികങ്ങൾ പറയുന്നത് നമസ്കാരത്തിന് മുഖവും മുൻകൈയല്ലേ തുറന്നുണ്ടല്ലേ. അപ്പൊ മുൻകൈ പോലെ തന്നെ ആയിരിക്കൂലേ മുഖം? അങ്ങനെ ഖിയാസാക്കിയിട്ട് സാഹിത്യമാക്കിയതാണ്, തെറ്റിയതൊന്നും ആയിരിക്കൂല. തെറ്റിയതാണെന്ന് ഇവർ പറയുന്നു. കാരണം പെർമിറ്റ് എവിടെ ഉള്ളൂ? ആ അല്ലേ? ഇനി എന്താ ഉണ്ടാ? അത് കണക്കായി. അയാ